വാർത്താമഴയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണക്കൊള്ള തിരിച്ചടിയായെന്ന് CPIM സംസ്ഥാന സമിതിയിൽ രൂക്ഷ വിമർശനം. A. പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തത് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണയുണ്ടാക്കി. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് CPIM BJP ധാരണയെന്ന പ്രചാരണത്തിന് വിശ്വാസ്യത നൽകി. അയ്യപ്പ സംഗമത്തിനെതിരെയും സംസ്ഥാന സമിതിയിൽ വിമർശനമുയർന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്നും വിലയിരുത്തൽ. R. ശ്രീജിത്ത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ശ്രീജിത്ത്, ഭരണവിരുദ്ധ വികാരമില്ല എന്ന് വിലയിരുത്തുമ്പോഴും പല വിഷയങ്ങളിലും പാർട്ടി സർക്കാർ സ്വീകരിച്ച സമീപനം അത് വിമർശന വിധേയമാകുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിലാണെങ്കിൽ അതിരൂക്ഷ വിമർശനം സംസ്ഥാന സമിതിയിൽ ഉയരുന്നുണ്ട്. അതുപോലെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? വിശദാംശങ്ങൾ R. ശ്രീജിത്ത്. റീജിത്ത്, CPIMന്റെ സംസ്ഥാന സമിതിയുടെ പ്രധാന അജണ്ട തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം അവലോകനം ചെയ്യുക എന്നതായിരുന്നു. ഈ യോഗത്തിലാണ് PMC പദ്ധതിയിൽ ഒപ്പുവെച്ചത് തിരിച്ചടിയായെന്ന വിമർശനം ഉയർന്നത്. ഇതുമായി ബന്ധപ്പെട്ട് രൂക്ഷമായ വിമർശനമാണ് സംസ്ഥാന സമിതിയിൽ ഉണ്ടായതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. CPM BJP ധാരണ എന്ന UDF പ്രചാരണത്തിന് ഒരളവ് വരെ വിശ്വാസ്യത കിട്ടി. ഇതിന് കാരണം PMC പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതാണെന്നാണ് സംസ്ഥാന സമിതി അംഗങ്ങൾ പൊതുവെ ഉന്നയിച്ച വിമർശനം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ A. പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തത് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെന്ന വിമർശനവും സംസ്ഥാന സമിതിയിലുണ്ടായി. അറസ്റ്റിലായിട്ടും നടപടിയെടുക്കാതിരുന്നത് എതിരാളികൾ വൻതോതിൽ പ്രചരിപ്പിച്ചു. ഇത് സമൂഹത്തിൽ സംശയത്തിനിടയാക്കിയെന്ന് വിമർശകർ ചൂണ്ടിക്കാണിച്ചു. അയ്യപ്പ സംഗമത്തിനെതിരെയും CPIM സംസ്ഥാന സമിതിയിൽ വിമർശനം വന്നു. ഇടതു സർക്കാർ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് വേറെ നിലയിൽ വ്യാഖ്യാനിക്കപ്പെട്ടുവെന്നാണ് ചർച്ചയിൽ പങ്കെടുത്ത സംസ്ഥാന സമിതി അംഗങ്ങൾ പറഞ്ഞത്. പിന്നീട് പുറത്തുവന്ന സ്വർണ്ണക്കൊള്ളയും ഈ വ്യാഖ്യാനങ്ങൾക്ക് ആക്കം കൂട്ടിയെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടി. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് സംഘടനാപരമായ വീഴ്ചയാണ്. ജയിക്കുമെന്ന അമിതമായ ആത്മവിശ്വാസത്തിൽ പ്രവർത്തകരും നേതാക്കളുമെല്ലാം ഒരു ആലസ്യത്തിലായിരുന്നു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട രീതിയിൽ തിരിച്ചടി ഉണ്ടാക്കിയത് ഈ ആലസ്യം തന്നെയാണ് എന്നാണ് വിമർശകർ ചൂണ്ടിക്കാണിച്ചത്. സർക്കാർ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചതോടെ ജയം ഉറപ്പിച്ച മട്ടിലായിരുന്നു പ്രവർത്തനം. ഇത് പ്രവർത്തകരെ അലസരാക്കി. ജയിക്കുമെന്ന അമിത ആത്മവിശ്വാസം സ്ഥാനാർത്ഥി നിർണയത്തെയും ബാധിച്ചു. സ്ഥാനാർത്ഥികളാവാനുള്ള ഒരു വലിയ തോതിലുള്ള തള്ളിക്കയറ്റമാണ് എല്ലായിടത്തും ഉണ്ടായത്. ഇതും പ്രശ്നങ്ങൾക്ക് വഴിവെച്ചുവെന്ന് സംസ്ഥാന സമിതി അംഗങ്ങൾ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു. പാർട്ടിയുടെ സോഷ്യൽ മീഡിയ വിഭാഗം തികഞ്ഞ പരാജയമാണെന്ന വിമർശനവും യോഗത്തിലുണ്ടായി. സമൂഹ മാധ്യമങ്ങളിലെ എതിർ പ്രചാരണങ്ങളെ പ്രതിരോധിക്കുന്നതിൽ പരാജയപ്പെട്ടു. UDFന്റെ സംവിധാനങ്ങളോട് കിടപിടിക്കുന്ന തരത്തിലുള്ള പ്രതിരോധം തീർക്കാനായില്ലെന്നും വിമർശനം ഉണ്ടായിട്ടുണ്ട്. ശരി, R. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. CPIM സംസ്ഥാന സമിതിയിൽ അതിരൂക്ഷമായ വിമർശനമാണ് ഉയർന്നു വന്നത്. പല വിഷയങ്ങളിൽ PM ശ്രീയിൽ ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ട്, അതുപോലെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കാത്തതിലൊക്കെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നു വന്നു. R. ശ്രീജിത്ത് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. 24 സൂപ്പർ എക്സ്ക്ലൂസീവ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ D. മണിയുടെ സഹായി ശ്രീകൃഷ്ണനെ കണ്ടെത്തി 24. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും തനിക്കറിയില്ല എന്ന് ശ്രീകൃഷ്ണൻ 24നോട് പറഞ്ഞു. ദിണ്ടിഗലിലുള്ള മണിയെയോ ബാലമുരുകനെയോ തനിക്കറിയില്ല. തനിക്കെതിരെ ഇറിഡിയം കടത്തുമായി ബന്ധപ്പെട്ട കേസ് നിലവിലുണ്ട് എന്നത് സത്യമാണ്. SIT സംഘം രാജപാളയത്തുള്ള തന്റെ വീട്ടിൽ ഡിസംബർ 25 എത്തിയിരുന്നുവെന്നും ശ്രീകൃഷ്ണൻ പറഞ്ഞു. തമിഴ്നാട് രാജപാളയത്തെ ശ്രീകൃഷ്ണന്റെ വീട്ടിൽ നിന്ന് രാഹുൽ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട SIT കഴിഞ്ഞ ദിവസം വിരുദ്ധ നഗറിൽ രാജപാളയത്തിൽ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ആളെ കണ്ടിരുന്നു. അദ്ദേഹത്തോട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. ശ്രീകൃഷ്ണൻ ഇപ്പം 24നോടൊപ്പം ചേരുകയാണ്. சார், இந்த கேரளாவில் இருந்த SIT அங்கம் இங்கிட்ட வந்திருக்கா? என்கிட்ட வந்தாங்க. வீட்டில் நான் இல்லை. அன்னைக்கு கேரளாவில் ஒரு துஷ்டிக்கு போனேன். இடையில துஷ்டிக்கு போகலை. திருப்பி இங்கே வந்து அவங்க சொல்கிற டயத்துக்கு நைட்டு 2 மணி ஆகும்போது அவங்களுக்கு எங்கள் OP ஸ்டேஷன் வந்து ஆஜரானோன்னு என்கிட்ட கேட்டாங்க. நமக்கு அதுக்கும் சம்மந்தம் இல்லை அப்படின்னு எல்லாம் ப்ரூவ் பண்ணி கிளியராக கொஞ்சம் போயிட்டாங்க. டிண்டிகல் மணியும் நீங்களும் தமிழ் என்ன பந்தம்? எந்த ஒரு பந்தமும் இல்லை. எந்த பந்தமும் இல்லை. அவங்களை யாரும் என்னன்னு தெரியாது. இதுக்கு எதுவுமே கிடையாது. நான் பார்த்த வேலை பழைய வேலை. அந்த இதில் எனக்கு கேஸ் இருக்கு. இரிடியம்ங்கிறதுல ஒரு கேஸ் இருக்கு. அது சம்மந்தப்பட்டு வந்தாங்கன்னா எல்லாம் தெளிவாக சொல்லியாச்சு. அப்போ அவங்கள யார் என்னன்னு கேட்டாங்க. போட்டோ காமிச்சா அவங்க தெரியுமா தெரியாதுன்னு சொல்றேன் அப்படின்னு. சரி, ரைட்டு போட்டு இந்த இது எடுக்க. சபரிமலையுமாயிட்டு உங்களுக்கு ஏதாச்சும் எந்த பந்தமும் இல்லை. கேரளாவில் ஏதாவது பிசினஸ் உங்களுக்கு இருக்கா? பிசினஸ் இல்லை. போய் வருவேன் எப்பவுமே. அங்கே போய் வருவேன். வண்டிப்பிரியார் என் ஊர், சொந்த ஊர். அங்கே போய் இப்போ எல்லாம் பார்த்து பேசி என் சொந்த பந்தமும் அங்கே இருக்கு. ஏலக்காய், குருமிளகு இதெல்லாம் வாங்கி வருவேன், போவேன், எடுப்பேன். அப்படி சொர்ண பொருளை பற்றி ஏதாவது கேட்டிருக்கா அந்த SIT? சொர்ண பொருள்னே என்கிட்ட கேட்க கிடையாது. வந்திருக்காங்க, வீட்டை திடுத்துன்னு சர்ச் பண்ணாங்க, ஆர்டரோட வந்திருக்காங்க. எங்கள் OP ஸ்டேஷன் வந்து SI எல்லாம் வந்து அவங்க சப்போர்ட்டோட வந்து இங்கே வந்து பார்த்துருக்காங்க. எந்த தெளிவும் இல்லை. பாலமுருகனை தெரியுமா? பாலமுருகன் எந்த பாலமுருகன்? தெரியாது.
எதுவுமே பாலமுருகன்னு இல்லை, இங்கே உள்ள லோக்கல் ஆள் தவிர வேற வெளியில் ஆட்களுக்கு எனக்கும் பந்தம் இல்லை. உன்னிகிருஷ்ணன் போட்டி இதுதான். உன்னிகிருஷ்ணன் இல்லை, தெரியாது, எனக்கு தெரியாது. தெரியாது. இது தெரியாது. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോട്ടോയാണ്. ഇത് தெரியாது. ഇത് எனக்கு தெரியாது, ഇവർ பார்த்ததே இல்ல. ഇവരുമായിട്ട് നിങ്ങൾ ഫോണിൽ സംസാരിച്ചു? ഇല്ല. SIT കണ്ടെത്തിയിരിക്കുന്നത്? ഇല്ല, கிடையாது. ശ്രീകൃഷ്ണൻ പറയുന്നത് കേരളവുമായിട്ട് ബന്ധമുണ്ട്, അത് വണ്ടിപ്പെരിയാറിലാണ്, അദ്ദേഹത്തിന്റെ നാടും വീടും ഒക്കെ അവിടെയാണ്, അവിടെ പോയി വരാറുണ്ട്, മൗണ്ട് എസ്റ്റേറ്റിലാണ്. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ കേരളവുമായി മറ്റു വ്യവസായ ബന്ധങ്ങളൊന്നും തന്നെയില്ല. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങൾ ഇദ്ദേഹത്തിന് അറിയത്തില്ല. മുൻപ് ഇറീഡിയം കടത്തുമായി ബന്ധപ്പെട്ട് കേസുണ്ടായിരുന്നു, അദ്ദേഹത്തിന് അതുമായി ആ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. പെട്ടെന്ന് ഒരു ദിവസം വന്ന് ഈ വീട്ടിലേക്ക് കയറി SIT സംഘം പരിശോധന നടത്തുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ, 24. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദിണ്ടിഗൽ സ്വദേശി ഡി മണിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തുടരുന്നു. മണിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നീക്കവും അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. മണിയോടും സുഹൃത്ത് ബാലമുരുകനോടും തിരുവനന്തപുരത്തെ SIT ഓഫീസിൽ മറ്റന്നാൾ ഹാജരാകണം എന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് 4 വയസ്സുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പശ്ചിമബംഗാൾ സ്വദേശിനി മുന്നി ബീഗത്തിന്റെ മകൻ ഗിൽദറിനെയാണ് കഴക്കൂട്ടത്തെ ആശുപത്രിയിൽ മരിച്ച നിലയിൽ എത്തിച്ചത്. കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതാകാം എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സംഭവത്തിൽ അമ്മയെയും ആൺസുഹൃത്തിനെയും കഴക്കൂട്ടം പോലീസ് കസ്റ്റഡിയിലെടുത്തു. മനീഷ് മഹിവാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. മനീഷ്, ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ടോ? മനീഷ് മഹിവാൽ. വിജിത്ത്, ഇത് കൊലപാതകമാണെന്ന് പോലീസിന് പൂർണ്ണമായും തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. പശ്ചിമബംഗാൾ സ്വദേശിയായിട്ടുള്ള മുന്നി ബീഗമാണ് അവർക്ക് 22 വയസ്സാണ്. ഇവരുടെ മകൻ ഗിൽദറിനെയാണ് മരിച്ച നിലയിൽ കഴക്കൂട്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് വൈകിട്ട് 6 മണിയോടുകൂടി എത്തിച്ചത്. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ കുഞ്ഞിന് ജീവനില്ലായിരുന്നു, ശരീരം തണുത്ത അവസ്ഥയിലായിരുന്നു. ഡോക്ടർമാരോട് പറഞ്ഞത് ഉച്ചയ്ക്ക് ആഹാരം കൊടുത്ത് ഉറക്കിയ കുഞ്ഞ് വൈകുന്നേരം അനക്കമില്ലാതെ കിടക്കുന്നത് കണ്ടാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്നാണ് ഇവർ ഡോക്ടർമാരോട് പറഞ്ഞത്. പക്ഷേ ഈ കുഞ്ഞിനെ വിശദമായി പരിശോധിച്ച ഡോക്ടറാണ് കഴുത്തിൽ മുറുകിയ 2 പാടുകൾ കണ്ടെത്തിയത്. കയറോ തുണിയോ മറ്റ് എന്തെങ്കിലും കൊണ്ട് മുറുക്കിയതാണ്, അങ്ങനെ ഒരു പാടായിട്ടാണ് പ്രാഥമിക നിഗമനത്തിൽ തോന്നിയത്. അങ്ങനെ ഇത് പോലീസിനെ അസ്വാഭാവികത തോന്നിയ കൊണ്ടാണ് ഡോക്ടർമാർ ഉടൻ തന്നെ കഴക്കൂട്ടം പോലീസിൽ വിവരം അറിയിച്ചത്. തുടർന്ന് ഈ മാതാവ് മുന്നി ബീഗത്തെയും ഇവരുടെ ആൺസുഹൃത്തായിട്ടുള്ള തൻബീർ ആലത്തെയും കഴക്കൂട്ടം പോലീസ് കസ്റ്റഡിയിലെടുത്തത് 7:30 പിന്നീട് കുട്ടി മരിച്ചത് എങ്ങനെയെന്ന് അറിയില്ലെന്നാണ് ഇവർ ഇപ്പോഴും പോലീസിനോട് പറഞ്ഞത്. ഇവരെ ഇപ്പോഴും വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. കൊലപാതകം എന്ന ഒരു സംശയം, അല്ലെങ്കിൽ പ്രാഥമിക അങ്ങനെ തന്നെയാണ് പോലീസ് തന്നെ മനസ്സിലാക്കുന്നത്. കഴക്കൂട്ടം പോലീസ് ഇതിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. കൊലപാതകം നിലയിലേക്ക് അടക്കം എത്തണമെങ്കിൽ നാളെ ഇത് പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് കടക്കണം. ഇപ്പോൾ കുഞ്ഞിന്റെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 2 ആഴ്ച മുമ്പാണ് 1.5 വയസ്സ് പ്രായമുള്ള ഒരു ഇളയ കുഞ്ഞും ഇപ്പോൾ മരണപ്പെട്ട കുട്ടിയുമായി ഇവർ ഇവിടെ കഴക്കൂട്ടത്തിൽ ലോഡ്ജിൽ താമസിക്കാൻ എത്തിയത്. 2 മാസം മുൻപും ഇവർ ഇതേ ലോഡ്ജിൽ താമസിച്ചിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇവരുടെ ഭർത്താവ് ആലുവയിലാണ് താമസിക്കുന്നത്. ഇയാളുമായി പിണങ്ങി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ ആൺസുഹൃത്തും ഒപ്പം 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. എന്താണെങ്കിൽ ഇവിടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് പോലീസ് അറിയിച്ചത്. ശരി, 4 വയസ്സുകാരനായ ആൺകുട്ടിയാണ് മരിച്ചത്. അമ്മയെയും ആൺസുഹൃത്തിനെയും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം നടക്കുന്നത്. കഴക്കൂട്ടം പോലീസ് ഇരുവരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. മനീഷ് മഹിവാൽ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. തൃശൂർ മറ്റത്തൂർ കൂറുമാറ്റത്തിൽ കോൺഗ്രസ് നടപടി കർശനമാക്കുന്നതിനിടെ DCCക്കെതിരെ രൂക്ഷ വിമർശനവുമായി നടപടി നേരിട്ട കോൺഗ്രസ് വാർഡ് മെമ്പർമാരും നേതാക്കളും. വിപ്പ് നൽകിയെന്ന് DCC പ്രസിഡന്റ് പറയുന്നത് നുണപ്രചാരണമാണ്. CPIM വിരോധത്തിൽ BJP കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തെന്നും പഞ്ചായത്ത് അംഗങ്ങൾ പറഞ്ഞു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ വിമതരുൾപ്പെടെ 10 പേരെ അയോഗ്യരാക്കാനുള്ള നടപടി നേതൃത്വം തുടങ്ങി. DCC നേതൃത്വത്തിനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു മറ്റത്തൂരിൽ BJPയുമായി സഖ്യമുണ്ടാക്കിയ നേതാക്കൾ. വിപ്പ് നൽകിയിരുന്നുവെന്ന DCC പ്രസിഡന്റിന്റെ വാദം സഖ്യ നേതാക്കൾ തള്ളി. വിപ്പ് നൽകേണ്ടത് മണ്ഡലം കമ്മിറ്റിയല്ല, ജില്ലാ പ്രസിഡന്റാണ് വിപ്പ് നൽകുന്നത്. പച്ച നുണയാണ് അദ്ദേഹം പറഞ്ഞത്, പച്ച നുണയാണ്. കാരണം അങ്ങനെ വിപ്പേ നൽകിയിട്ടില്ല. പാർട്ടി തങ്ങളെ കേൾക്കണം, നിർദ്ദേശങ്ങളുണ്ട്, അംഗീകരിച്ചാൽ പാർട്ടിക്ക് വഴങ്ങും. അച്ചടക്ക നടപടിയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. അല്ല, അദ്ദേഹത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, നടപടി ഉണ്ടാവും. അത് അദ്ദേഹത്തിന്റെ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ നടപടി തീർച്ചയായിട്ടും ഉണ്ടാവും. BJPയുമായി ധാരണ ഉണ്ടാക്കിയത് അറിയാതെയാണ് വോട്ട് ചെയ്തതെന്ന് പറഞ്ഞ കോൺഗ്രസ് വാർഡ് മെമ്പർ അക്ഷയ് സന്തോഷ് മലക്കം പറഞ്ഞു. സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് BJP കോൺഗ്രസ് കൂട്ടുകെട്ടിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരം കിട്ടുന്നത്. ഇത് ഒന്നും അറിയാതെയാണ് തെരഞ്ഞെടുപ്പിന് മുന്നായിട്ട് ഞങ്ങളിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിയത്. BJP നേതൃത്വവുമായി കൂടിയാലോചിച്ചാണ് മറ്റത്തൂരിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സഖ്യമായി മത്സരിച്ചതെന്നാണ്
പുറത്തുവരുന്ന വിവരം. 24 തൃശൂർ. മറ്റത്തൂർ പഞ്ചായത്തിലെ കോൺഗ്രസ് അംഗങ്ങളുടെ BJPയിലേക്കുള്ള കൂറുമാറ്റം രാഷ്ട്രീയ ആയുധമാക്കി CPM. കൂറുമാറ്റത്തിൽ കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്ത് വന്നു. ഒറ്റച്ചാട്ടത്തിന് BJPയിലെത്താൻ തക്കം പാർത്തിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. മോദി പറയുന്ന സ്ഥലത്തൊക്കെ ഒപ്പിട്ട് കൊടുക്കുന്ന പിണറായി വിജയനാണ് കോൺഗ്രസിനെ പരിഹസിക്കാൻ വരുന്നതെന്നായിരുന്നു VD സതീശന്റെ മറുപടി. അരുണാചൽ പ്രദേശിലും ഗോവയിലും കോൺഗ്രസ് MLA-മാർ കൂട്ടത്തോടെ കൂറുമാറി BJPയിലെത്തിയതിന്റെ കേരള മോഡലാണ് മറ്റത്തൂർ പഞ്ചായത്തിൽ കണ്ടതെന്നാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം. മരുന്നിന് പോലും ഒരാളെ ബാക്കി വെക്കാതെയാണ് മറ്റത്തൂരിലെ കോൺഗ്രസ് അംഗങ്ങൾ BJPയിലേക്ക് പോയതെന്ന് മുഖ്യമന്ത്രി പരിഹസിച്ചു. ഇപ്പോൾ കോൺഗ്രസിൽ നിൽക്കുന്നവരും ഇരട്ടി വിളിക്കുമ്പോഴേക്കും BJP-ആക്കാൻ മടിക്കില്ല എന്നാണ് ഇവിടെ തെളിയുന്നത്. കൈപ്പത്തി ചിഹ്നം താമരയാക്കി മാറ്റാൻ കോൺഗ്രസുകാർക്ക് മനസാക്ഷിക്കുത്തില്ല. സ്വയം വിൽക്കാനുള്ള കോൺഗ്രസിന്റെ ഈ സന്നദ്ധതയാണ് BJPയുടെ കേരള വ്യാമോഹങ്ങൾക്ക് വളമിടുന്നതെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിൽ വിമർശിച്ചു. മന്ത്രിമാരടക്കമുള്ള മറ്റ് CPM നേതാക്കളും മറ്റത്തൂർ കൂറുമാറ്റത്തിൽ കോൺഗ്രസിനെ വിമർശിച്ചിട്ടുണ്ട്. മറ്റത്തൂർ പഞ്ചായത്തിൽ കോൺഗ്രസ് ആകെ ഒലിച്ച് പോയി BJPയിൽ വിലയം പ്രാപിക്കുന്ന ലജ്ജിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കോൺഗ്രസ് നേതൃത്വത്തിന്റെ അറിവോടെയാണ് അതെന്നുള്ളത് വ്യക്തമാണല്ലോ. കുമരകത്ത് പ്രത്യുപകാരം BJP കോൺഗ്രസിനെ സഹായിച്ചു LDFനെ പരാജയപ്പെടുത്താൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തകർപ്പൻ ജയത്തിനിടയിലുണ്ടായ കൂറുമാറ്റം കോൺഗ്രസിനെയും UDFനെയും പ്രതിരോധത്തിലാക്കി. സ്ഥാനമോഹികളാണ് പാർട്ടിയെ വഞ്ചിച്ച് BJPയിലേക്ക് കൂറുമാറിയതാണ് കോൺഗ്രസിന്റെ പ്രതിരോധം. കോൺഗ്രസിനെ വിമർശിക്കാൻ CPM-ന് എന്ത് അർഹതയാണുള്ളതെന്നും പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ആഗ്രഹം അവർ BJP പോകണമെന്നാണ്. കാരണം BJPയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അവർക്കെതിരെ നടപടിയെടുക്കാൻ കാര്യം പാർട്ടി അവിടെ ആലോചിക്കാനാണ് അവർ ചെയ്തത്. അതുകൊണ്ടാണ് അവർക്കെതിരെ നടപടിയെടുത്തത്. അല്ലാതെ അവരാരും രാജിവെച്ച് BJPയിലൊന്നും ചേർന്നിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ആഗ്രഹമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നഷ്ടപ്പെട്ട ന്യൂനപക്ഷ വോട്ടുകൾ തിരികെ പിടിക്കാനുള്ള രാഷ്ട്രീയ അവസരം എന്ന നിലയിലാണ് മറ്റത്തൂർ കൂറുമാറ്റത്തെ CPM കാണുന്നത്. 24 തിരുവനന്തപുരം. ചെന്നൈ വിമാനത്താവളത്തിൽ ആരാധകർ നിലവിട്ടതിനെ തുടർന്ന് തമിഴക വെற்றிക്കഴകം അധ്യക്ഷൻ വിജയ് നിലത്ത് വീണു. ആരാധകരെ നിയന്ത്രിക്കാൻ സുരക്ഷാ സേനയ്ക്ക് കഴിഞ്ഞില്ല. അപകടത്തിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചിട്ടുണ്ട്. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. മനീഷ് മൂർത്തി വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് ചേരുന്നുണ്ട്. മനീഷ്, എന്താണ് സംഭവിച്ചത്? മനീഷ്, റിജിത്ത്, ഇന്നലെ മലേഷ്യയിൽ ജനനായകന്റെ ഓഡിയോ ലോഞ്ച് ആയിരുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ വൈകിട്ട് അല്പസമയം മുമ്പാണ് വിജയ് ചെന്നൈ എയർപോർട്ടിൽ എത്തിയത്. ആരാധകരുണ്ടായിരുന്നു, നിറയെ ആരാധകർ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ സുരക്ഷാ സേന ആദ്യം മുതൽ തന്നെ, അതായത് വിജയ് പുറത്തേക്ക് ഇറങ്ങുന്ന ആ ഒരു ഘട്ടത്തിൽ തന്നെ കോറിഡോർ എല്ലാം ഫ്രീ ആക്കി ഇടുകയും ചെയ്തിരുന്നു, ആരാധകരെയൊക്കെ മാറ്റിക്കൊണ്ട്. പക്ഷേ വിജയ് പുറത്തേക്ക് ഇറങ്ങിയ ഒരു സമയത്ത് ആരാധകരെല്ലാവരും വട്ടം കൂടുകയായിരുന്നു. അങ്ങനെ ആ ഒരു തിക്കിലും തിരക്കിലുമാണ് വിജയ് അവിടെ നിന്നിപ്പോൾ കാറിനടുത്ത് എത്തുമ്പോഴാണ്, അതായത് സ്റ്റെപ്പിലാണ് വിജയ് വീണത്. ഒപ്പം ഉണ്ടായിരുന്ന ആളുകൾ പിടിച്ചെഴുന്നേപ്പിച്ച് വളരെ വേഗത്തിൽ തന്നെ കാറിൽ കയറ്റി അവിടെ നിന്ന് വിടുകയുമായിരുന്നു. സുരക്ഷാ സേന ആദ്യഘട്ടത്തിൽ തന്നെ കൃത്യമായ അർത്ഥത്തിൽ അവിടെ കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞ ആളുകളെയൊക്കെ നിയന്ത്രിച്ചിരുന്നു, കാണികളെയൊക്കെ അല്ലെങ്കിൽ ആരാധകരെ നിയന്ത്രിച്ചിരുന്നു. പക്ഷേ വിജയ് പുറത്തേക്ക് ഇറങ്ങിയതോടുകൂടി വളരെ വേഗത്തിലായിരുന്നു ആരാധകർ. ആ ദൃശ്യങ്ങളിൽ നമുക്കത് വ്യക്തമാണ്. ആരാധകർ കൂട്ടം കൂടി വിജയ്ക്ക് ചുറ്റും എത്തുകയാണ് ഉണ്ടായത്. എന്തായാലും പരിക്കുകളൊന്നുമില്ല. പെട്ടെന്നൊന്ന് സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ, ഈ ഒരു തിക്കിലും തിരക്കിലും വിട്ട് സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ വിജയ് ഒന്ന് വീഴുകയും അതിനുശേഷം വളരെ വേഗത്തിൽ തന്നെ കാറിൽ കയറി മടങ്ങുകയുമായിരുന്നു. മനീഷ്, ഈ സാധാരണ നിലയിലാണെങ്കിൽ വിജയ് എത്തുമ്പോൾ ആരാധകർ ഒരുപാട് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അതിന്റെ ഭാഗമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ ഒരുക്കേണ്ടതാണല്ലോ മനീഷ് മൂർത്തി. റിജിത്ത്, സാധാരണ നിലയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. എയർപോർട്ടിലെ CSFും പോലീസും ഒക്കെ ആ ഒരു ഘട്ടത്തിൽ ആ ഒരു നിലയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയായിരുന്നു. പക്ഷെ ഇതൊട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇത്രയധികം ആരാധകർ. സാധാരണ നിലയിൽ വിജയ് വരുമ്പോൾ ആരാധകർ ഉണ്ടാകും, എയർപോർട്ടിന് പുറത്ത് ആരാധകർ ഉണ്ടാകും. പക്ഷേ ഇത് ആരാധകർ അകത്തേക്ക് തള്ളിക്കയറുന്ന ഒരു നിലയാണ് ഉണ്ടായത്. അതായത് ആ സുരക്ഷാ സേനയുടെ ഒരു ബെൽറ്റ് ഉണ്ട്, അത് ആ ബെൽറ്റ് ഭേദിച്ചുകൊണ്ട് ആരാധകർ അകത്തേക്ക് തള്ളിക്കയറുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു വളരെ വേഗത്തിലുള്ള ഒരു ഇടപെടൽ എന്തായാലും അവിടെ സുരക്ഷാ സേനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. പക്ഷെ എങ്കിൽ കൂടിയും ആരാധകർ വളരെ അടുത്തെത്തി ഫോട്ടോ എടുക്കുന്നതിനും അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കുന്നതിനും ഒക്കെ ഉള്ള ഒരു ശ്രമമാണ് ആരാധകർ നടത്തിയത്. അതാണ് ഈ തരത്തിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് നയിക്കാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. അവിടെ നിന്നും വിജയ് ഓടി കാറിന് അടുത്തേക്ക് എത്തുമ്പോഴേക്കുമാണ് ഈ ഒരു വീഴ്ച സംഭവിക്കുകയും ചെയ്തത്. അവിടെ ഉണ്ടായിരുന്ന സ്റ്റെപ്പിലാണ് വീണത്. പക്ഷെ ഒപ്പം ഉണ്ടായിരുന്ന ആളുകൾ വളരെ വേഗത്തിൽ തന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയും കാറിൽ കയറ്റി അയക്കുകയുമായിരുന്നു. റിജിത്ത്.
നോക്കട്ടെ, ക്രിക്കറ്റ് താല്പര്യമുള്ളവർ നല്ലോണം ഉണ്ട്. ഈ മാച്ചിലും കൂടി അനിലേക്ക് എത്താം. ഇപ്പോൾ സീരീസ് ശശി തരൂർ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. ഒരുമാതിരി നല്ല ആൾക്കൂട്ടം ഉണ്ടായിരുന്നില്ല ഇന്ന് ഒരു വിമൻസ് മാച്ചിന്. അപ്പോൾ ഇതുപോലെ എനിക്ക് തോന്നുന്നു നല്ല മാച്ചുകൾ തിരുവനന്തപുരത്ത് വന്നാൽ അതിന് പിന്തുണ കൊടുക്കാൻ ആൾക്കാരുണ്ടാവും. എനിക്ക് ഷെഫാലയുടെ കളി പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടതാണ്. പക്ഷെ ഞാൻ സത്യം പറയും രണ്ടാളുടെയും കളി കണ്ടില്ലല്ലോ. ഞാൻ വെറും ഫോണിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വരുന്ന വഴിക്ക് എയർപോർട്ടിൽ നിന്ന്. അപ്പോൾ അത് ശരിയല്ല അത് പറയണത്. നമ്മളുടെ ഫീൽഡിങ് കുറച്ച് മെച്ചപ്പെടാതെ ഒരു സംശയമില്ല. നമ്മളുടെ ഫീൽഡിങ് പ്രാക്ടീസിന് കുറച്ചും കൂടി ജോലി എടുക്കാനുണ്ട് ഇവർക്ക്. അത് സമയം അതാണ് നമ്മുടെ പ്രാർത്ഥനയും പ്രതീക്ഷയും. ഇനി നമുക്കറിയില്ല, എല്ലാ ഈ സെലക്ഷൻ തീരുമാനങ്ങളെല്ലാം ന്യായം പ്രകാരമാണെങ്കിൽ സഞ്ജു കളിക്കണം നമ്മളുടെ സൈഡിൽ. പക്ഷെ നോക്കട്ടെ, അവസാനത്തെ മത്സരമാണ്. പക്ഷേ 2 വിക്കറ്റ് കീപ്പർ ഉണ്ടല്ലോ. അപ്പോൾ സഞ്ജുവിന് പ്രാധാന്യം കൊടുക്കുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും അവിടെ ഒരു ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷനും ഉണ്ടാകും. 2 ആളും കൂടി കളിച്ചാൽ അതും നല്ലതാണ്. അടുത്ത മത്സരം കാണാൻ നോക്കട്ടെ. കുറച്ച് ഈ കാലത്ത് തിരക്കില്ല എന്ന് വിചാരിക്കേണ്ട. നമ്മുടെ ശ്രീലങ്കയ്ക്കെതിരായ 4ാം T20യിൽ ഇന്ത്യ ജയം സ്വന്തമാക്കിയിരിക്കുന്നു. 222 റൺസ് എന്ന പടുകൂറ്റൻ വിജയ ലക്ഷ്യമാണ് ഇന്ത്യ ഉയർത്തിയത്. അത് പിന്തുടർന്ന ലങ്കൻ പോരാട്ടം പക്ഷേ 6-ന് 191 അവസാനിക്കുകയായിരുന്നു. ആ മത്സരത്തെക്കുറിച്ച് ശശി തരൂർ പ്രതികരിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇന്നത്തെ LDF യോഗത്തിൽ കേരള കോൺഗ്രസ് പ്രതിനിധികൾ പങ്കെടുത്തില്ല. കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റം ചർച്ചയായിരിക്കുന്ന ഘട്ടത്തിൽ മുന്നണി യോഗത്തിലെ അസാന്നിധ്യം രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചയായി. പെട്ടെന്നറിയിച്ച യോഗമായതുകൊണ്ടാണ് പങ്കെടുക്കാതിരുന്നത് എന്നാണ് കേരള കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിശദീകരണം. കേന്ദ്രത്തിനെതിരായ സമരം തീരുമാനിക്കാനാണ് LDFന്റെ നേതൃയോഗം ഇന്ന് ചേർന്നത്. വലുതും ചെറുതുമായ ഏതാണ്ട് എല്ലാ ഘടകകക്ഷികളും യോഗത്തിനെത്തിയപ്പോൾ ഒരു പാർട്ടിയുടെ അസാന്നിധ്യം മാത്രം ശ്രദ്ധിക്കപ്പെട്ടു. ഇടതുമുന്നണിയിലെ 3ാമത്തെ പാർട്ടിയായ കേരള കോൺഗ്രസ് എമ്മിന്റെ അസാന്നിധ്യമായിരുന്നു അത്. പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയോ ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജോ ആണ് സാധാരണ LDF യോഗത്തിന് എത്തുന്നത്. 2 പേരും വന്നില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റം സജീവ ചർച്ചാ വിഷയമായിരിക്കെ സംഭവിച്ച മുന്നണി യോഗത്തിന്റെ അസാന്നിധ്യം രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചയായി. പെട്ടെന്ന് അറിയിച്ചതുകൊണ്ടാണ് പാർട്ടി പ്രതിനിധികൾ മുന്നണി യോഗത്തിന് എത്താതിരുന്നതെന്നാണ് കേരള കോൺഗ്രസ് എം നേതൃത്വത്തിന്റെ വിശദീകരണം. ജോസ് കെ മാണിക്ക് പാലായിൽ മറ്റു പരിപാടികളുണ്ടായിരുന്നു. സ്റ്റീഫൻ ജോർജിന് സുഖമില്ല. പാർട്ടി മന്ത്രി റോഷി അഗസ്റ്റിൻ ലണ്ടനിലാണെന്നുമാണ് വിശദീകരണം. ഇന്നലെ വൈകുന്നേരമാണ് ഇന്നുച്ചയ്ക്ക് 2 മണിക്ക് യോഗം നിശ്ചയിച്ച വിവരം ഘടകകക്ഷികളെ അറിയിച്ചത്. വേണമെങ്കിൽ ഏതെങ്കിലും നേതാവിനെ മുന്നണി യോഗത്തിലേക്ക് അയക്കാനാവുമായിരുന്നു. അതിന് കേരള കോൺഗ്രസ് എം നേതൃത്വം ഉത്സാഹം കാട്ടിയില്ല എന്നതാണ് മുന്നണി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ആർ ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.